രോഗബാധയും വിലക്കുറവും മൂലം പ്രതിസന്ധിയിലായിരുന്ന കവുങ്ങ് കർഷകർക്ക് പ്രതീക്ഷ നൽകി കൊട്ടടക്കയുടെ വില ഉയരുന്നു. നേരത്തെ കിലോയ്ക്ക് 500 രൂപയിലധികം ഉയർന്ന് പിന്നീട് താഴേക്ക് പോയിരുന്നു. ഇതാണ് ഇപ്പോൾ ഉയർന്ന 400 മുതൽ 500 രൂപയിലെത്തിയിട്ടുള്ളത്. കവുങ്ങ് കർഷകർക്ക് പ്രതീക്ഷ നൽകി കൊട്ടടക്കയുടെ വില ഉയരുകയാണ്. കിൻഡലിന് 40,000 മുതൽ 50,000 വരെയാണ് വില. കിലോയ്ക്ക് 400 മുതൽ 500 രൂപ വരെയാണ് വില ഉയരുന്നത്. തിരിവ് അടയ്ക്കകളായ കരിങ്കോട്ട, ഉള്ളി, ഫട്ടോർ എന്നിവയുടെ വിലയിലും വർധനവുണ്ട്. പഴുത്ത അടയ്ക്ക വെയിലിനുണക്കിയെടുത്ത് ഈർപ്പം തട്ടാതെ മാസങ്ങളോളം സൂക്ഷിച്ച് പൊളിച്ചാണ് മേൽത്തരം കൊട്ടടയ്ക്ക ഉണ്ടാക്കുന്നത്. ഇവയിൽ നിന്ന് തരംതിരിച്ചാണ് ഒന്നാം തരം, രണ്ടാം തരം ഉള്ളി, ഫട്ടോർ, കരിങ്കോട്ട എന്നിവ വേർതിരിച്ചെടുക്കുന്നത്. അതത് വർഷത്തെ അടയ്ക്ക ഉണക്കിപ്പൊളിച്ച് വിൽക്കുന്നതാണ് പുതിയ അടയ്ക്ക. പൊളിക്കുന്ന അവസ്ഥയിൽ അടയ്ക്കയുടെ പുറംതൊലി പൂർണ്ണമായും നീങ്ങാത്തതിനെ ഉള്ളിയെന്നും പുറംഭാഗം വിണ്ടുകീറിയവയെ ഫട്ടോർ എന്നും കറുത്ത നിറമുള്ള കനം കുറഞ്ഞ ഇനത്തെ കരിങ്കോട്ടയെന്നുമാണ് വിളിക്കാറുള്ളത്. പെയിന്റ് നിർമ്മാണത്തിനും പാക്ക് നിർമ്മാണത്തിനുമാണ് അടയ്ക്ക കാര്യമായി ഉപയോഗിക്കാറുള്ളത്. പെയിന്റ് കമ്പനികൾ വർദ്ധിച്ചതും പഴയകാലത്തെ അപേക്ഷിച്ച് പെയിന്റ് വലിയൊരു തൊഴിൽ മേഖലയായതുമെല്ലാം അടയ്ക്കയുടെ ഉപയോഗം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. കവുങ്ങിന് ഇലപ്പുള്ളി, മഹാളി തുടങ്ങിയ രോഗബാധ മൂലം വലിയ വിളനഷ്ടം കർഷകർ നേരിട്ടിരുന്നു. പഴയകാലത്തെ പല കവുങ്ങിൻ തോട്ടങ്ങളും വിലക്കുറവിന്റെ കാലഘട്ടത്തിൽ പരിചരണമില്ലാതെ ഉണങ്ങിപ്പോവുകയും ചെയ്തു. ഇതൊക്കെ ഉൽപാദനത്തിലും കുറവ് വരുത്തി. എന്നാൽ ഈ വർഷം കാലാവസ്ഥ അനുകൂലമായതിനാൽ കാര്യമായ ഉൽപാദനത്തിൽ വർധനവുണ്ടായി എന്നാണ് കർഷകർ പറയുന്നത്. കാലാവസ്ഥ അടക്കൊക്കെ നല്ല കാലാവസ്ഥയായി ഇപ്രാവശ്യം കാണുന്നത്. അങ്ങനെ മഴയായ കാരണം കുറച്ച് അടക്കുണ്ടായി. കഴിഞ്ഞ വർഷം ഒന്നുമില്ലായിരുന്നു. ഇപ്രാവശ്യം അടക്ക മെച്ചാന്ന്. പക്ഷെ കുരുമുളക് ഉണ്ടായിട്ടില്ല. വലിയ അത്യാവശ്യം ഉണ്ടെന്നാ കേട്ടത് അടക്കക്ക്. ഞാൻ കൊടുത്തില്ല. ഞാൻ സാധാരണ കൊട്ടടക്കാക്കിട്ടാ കൊടുത്തത്. അത് കാരണം കൊടുത്തില്ല. എന്നാ പറയുന്ന വില കൂടുതലുണ്ട് എന്നാ പ്രതീക്ഷ. അവൻ കൂടി കിട്ടിയില്ലെങ്കിൽ പണിക്കൂലി നഷ്ടത്തിലേ ഓടൂ. പറമ്പിൽ പണിയെടുത്തിട്ട് എത്ര പൈസ വേണം? എന്നിട്ട് കിട്ടുന്നില്ലല്ലോ. കാലാവസ്ഥ ശരിയാണെങ്കിലേ നമുക്ക് കിട്ടൂ. ഇപ്പൊ അടയ്ക്ക് കായ്ക്കുന്ന കഴിഞ്ഞൊരു 10-5 ഉള്ളൂ. ഇറക്കുമതിയെ ആശ്രയിച്ചാണ് അടയ്ക്ക മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇറക്കുമതിയിലുണ്ടായ കുറവ് മൂലം ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ അടയ്ക്കയ്ക്ക് ക്ഷാമം നേരിട്ടതും ഇവിടെ വില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.